നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ കാലയളവിനുള്ളിൽ ഏകദേശം 28ഓളം ഇസ്ലാം രാജ്യങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. പക്ഷെ പൊതുവെ നമ്മുടെ ഇന്ത്യയിൽ അദ്ദേഹം ഒരു ഇസ്ലാം മത വിരോധിയാണെന്നൊക്കെ പറയപ്പെടുന്നു. അതിൽ എത്രത്തോളം സത്യമുണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് പേഴ്സണലി അറിയില്ല. മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ പൊതുവെ അദ്ദേഹം ഒരു ഇസ്ലാം മത വിരോധിയാണെന്ന രീതിയിലൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ഏകദേശം 28ഓളം മുസ്ലിം രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവരുമായിട്ടൊരു നല്ല രീതിയിലുള്ളൊരു ബന്ധം പുലർത്തി കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ടും അതിൻ്റെ ഭാഗങ്ങളുമായിട്ടുമാണ് ഇപ്പോൾ ഇറാനോട് നല്ല ബന്ധമുണ്ട് ഇന്ത്യക്ക്, അതുപോലെ തന്നെ ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ റഷ്യ ആയാലും അമേരിക്ക ആയാലും എല്ലാവരുമായിട്ടും ഒരു നല്ല രീതിയിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനോടൊപ്പം ഞാൻ സംസാരിക്കുന്ന ഈ സമയം നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കുക. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എത്ര പേരുണ്ടോ? അപ്പോൾ 100 വയസ്സായ ഒരാളുണ്ടെങ്കിൽ അയാളടക്കം ഈ ഒരു 100 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 50 വർഷത്തിനുള്ളിൽ ഈ ഒരു വേറെ പല രാജ്യങ്ങളിലും സംഭവിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ സുനാമി, അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടായ ഫ്ലഡ്, ചെന്നൈയിലുണ്ടായ ഫ്ലഡ് കാര്യങ്ങൾ, പിന്നെ മുംബൈ ഭീകരാക്രമണം, പുൽവാമ, അങ്ങനെയൊക്കെ കാർഗിൽ, ഇതെല്ലാം നോർമലി ഒരു വലിയ രാജ്യമാകുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. ചെറുതല്ല, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഈ ഒരു രീതിയിലല്ലാണ്ട് ഇപ്പം നമ്മൾ ഇറാനിൽ കേൾക്കുന്ന പോലെ, അമേരിക്കയിൽ അല്ലെങ്കിൽ ജപ്പാനിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പോലെ, അതല്ലെങ്കിൽ വെനസ്വേലയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ പോലെ, ഇങ്ങനെ ഒരു ഭീകരമായിട്ടുള്ള ഒരു മിസൈലുകൾ വന്ന് വീണ് ഒരു നാടിനെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു ഭാഗം നശിച്ചു പോകുന്ന ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ നിലവിൽ ഇവിടെ സംഭവിച്ചിട്ടില്ല ഇന്ത്യയിൽ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇപ്പോൾ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ആൾ നരേന്ദ്രമോദി എന്ന ഒരു കരുത്തനായിട്ടുള്ള ഒരു മുന്നിൽ നിൽക്കാൻ പറ്റുന്ന, എന്താ പറയുക, നട്ടെല്ലൊക്കെ ഉള്ള ഒരു ഊർജ്ജസ്വലനായിട്ടുള്ള, മനക്കരുത്ത് നന്നായിട്ടുള്ള ഒരു നേതാവ് ഉണ്ടായതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. രാഷ്ട്രീയപരമായിട്ടൊക്കെ അദ്ദേഹത്തിനോട് നമ്മൾ എതിരാണ്. പല കാര്യങ്ങൾക്കും വ്യക്തിപരമായി വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രധാനമന്ത്രിയുടെ പദത്തിലിരുന്ന് മറ്റുള്ള രാജ്യങ്ങൾ ഇന്ന് ഒരു പക്ഷേ ഇന്ത്യയെ തൊടാൻ മടിക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു ശക്തിയായി മാറുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ പങ്ക് ഉറപ്പായിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യക്കും അത്യാവശ്യം മറ്റുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിട്ട് നല്ല രീതിയിലുള്ള നമ്മുടെ ആക്രമണോത്സുകമായ രീതിയിലുള്ള മിലിറ്ററിയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ലോകത്തെ തന്നെ വിറപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആയുധ സംവിധാനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. എന്നിരുന്നാലും ഇതിനെല്ലാം കടിഞ്ഞാണിടണമെങ്കിലും, അത് കടിഞ്ഞാണിടുക എന്ന് പറഞ്ഞാൽ ഇതിനൊരു നേതൃത്വം കൊടുക്കണമെങ്കിൽ കരുത്തനായിട്ടുള്ള ഒരു നേതാവ് തന്നെ വേണം. അത് ഇപ്പോൾ നമ്മൾ ഇന്ത്യക്ക് ഉള്ളത് കൊണ്ടാണ് ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ മറ്റുള്ള പ്രശ്നങ്ങൾ എന്തോ ആയിക്കോട്ടെ, ഇവിടെ അദ്ദേഹം പുതിയ രാജ്യങ്ങൾ സന്ദർശിക്കുകയും അതിനൊക്കെ പല വിവാദങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തെങ്കിലും ഇതുപോലത്തെ ചിലപ്പോൾ ഒരുപക്ഷെ യാത്രകളും മറ്റുമൊക്കെ ആയിരിക്കും ഇന്നും നമുക്കിടയിൽ ഈ ഒരു ഓരോ രാജ്യങ്ങൾക്ക് ഇടയിൽ നമുക്ക് ഇന്ത്യക്ക് കിട്ടുന്നൊരു സ്വീകാര്യത ഉണ്ട്. അതിനൊരു പ്രധാന കാരണം ഈ ഒരു യാത്രകളും മറ്റും ആയിരിക്കും എന്നുകൂടി എനിക്കൊരു വിശ്വാസം തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ സംസാരിക്കുന്ന ഈ സമയവും ഇത് കേൾക്കുന്ന നിങ്ങളുടെ സമയത്തും നമ്മൾ സുരക്ഷിതരാണ്. നമ്മൾ ഇതുപോലെ എവിടെ നമ്മുടെ തൊട്ടപ്പുറത്ത് ഇപ്പോൾ പല രാജ്യങ്ങളുടെ അവസ്ഥ ആലോചിച്ചൊക്കെ തലയുടെ മീതെ ഇങ്ങനെ മിസൈലൊക്കെ പോവാണ്. നമുക്ക് ഒരിക്കലും അങ്ങനെ നമ്മൾ പറയുന്നത് കേൾക്കുന്നു, വീഡിയോയിൽ കാണുന്നു എന്നല്ലാണ്ട് നമുക്ക് റിയലായിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ. അങ്ങനെ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് നല്ല ഇതുപോലത്തെ കരുത്തുള്ള നേതാക്കൾ വേണം, നട്ടലുള്ള നേതാക്കൾ വേണം. നേതാവ് ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മളെ നയിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്തായാലും വേണം. അത് ഒരു രാജ്യത്തിനെയൊക്കെ സംബന്ധിച്ചിട്ട് അത്യാവശ്യം നല്ല മാൻ പവറുള്ള ഒരാളുണ്ട്. അതിനുള്ള എല്ലാ കഴിവും പ്രാപ്തിയുള്ള ആൾ തന്നെയാണ് നരേന്ദ്രമോദി. ഞാൻ നരേന്ദ്രമോദി ഫാനായിട്ട് സംസാരിക്കല്ല, പക്ഷെ നല്ല ഒരു എന്താ പറയുക, തൻ്റെ ഇടമുള്ള ഒരു നേതാവാണെന്ന് തോന്നി. അതിപ്പോൾ ഈ ഒരു യുദ്ധമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ചിന്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി, ഇദ്ദേഹം നമുക്ക് വളരെ വളരെ ഭാഗ്യം ചെയ്തു തന്ന, ഇന്ത്യക്ക് കിട്ടിയ ഏറ്റവും ശക്തനായിട്ടുള്ള പ്രധാനമന്ത്രി തന്നെയാണ് നരേന്ദ്രമോദി. അതിൽ അഭിമാനിക്കുന്നു.